വെൽക്കം ബാക്ക് ടു പ്ലാന്റ് സാപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്ന ടോപ്പിക് റീപ്രൊഡക്ഷൻ ഇൻ ഫംഗസിൽ വരുന്ന ഫസ്റ്റ് പാർട്ടായിട്ടുള്ള വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ്. നമ്മൾ അസെക്ഷുവൽ, സെക്ഷുവൽ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ് മെയിൻലി പറയാം. അതിൽ തന്നെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ബ്രോഡ് കാറ്റഗറി ആണ്. അതിന്റെ അണ്ടറിൽ വരുന്നതാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് ഓർക്കുക. ഈ ഒരു ക്ലാസ്സിൽ 5 types of vegetative reproductive methods ആണ് എടുക്കുന്നത്. ഫസ്റ്റ് തന്നെ എന്താണ് ഒരു വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്നുള്ളതിന് ഒരു ഡെഫിനിഷൻ നോക്കിയാൽ ഇറ്റ്സ് എ type of asexual reproduction in which new fungal individuals are produced from the vegetative parts of the fungus such as mycelium, hyphae or specialized structures without the formation of sexual spores. സ്പോർസിന്റെ ഫോർമേഷൻ നടക്കാതെ പ്ലാന്റ് അല്ല അവരുടെ വെജിറ്റേറ്റീവ് പാർട്ടായിട്ടുള്ള മൈസീലിയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഹൈഫ അങ്ങനെയുള്ള പാർട്ടിൽ നിന്ന് പുതിയ ഡോട്ടർ ഫംഗസ് ഉണ്ടാകുന്നതിനെയാണ്, ഇൻഡിവിജ്വൽ ഫംഗസ് ഉണ്ടാകുന്നതിനെയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിൽ 5 എണ്ണം വരുന്ന ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഫിഷൻ എന്ന് പറയുന്നത്. ഫിഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ asexual methods of reproduction in which single fungal cell divided into 2 identical daughter cells of equal size. It occur mainly in unicellular fungi and does not involve spore formation. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇതൊരു സിംഗിൾ സെല്ലായിരുന്നു. അതാണ് പാരന്റൽ സെല്ല്. ആ ഒരു പാരന്റൽ സെല്ല് എന്ത് ചെയ്യാണ്, അവയുടെ ബോഡി ഈക്വലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഫംഗസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ടെണ്ണം എന്തായിട്ട് മാറും, ഡോട്ടർ സെല്ലായിട്ട് മാറും. മെയിൻലി ഓക്കർ ചെയ്യുന്നത് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫംഗസിലാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂണിസെല്ലുലാർ ആയിട്ട് ഒരേ ഒരു ഫംഗസ് മാത്രമേ ഉള്ളൂ, ഈസ്റ്റ് ആണ്. അതിൽ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഫിഷൻ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഷൈസോസെക്കാറോമൈസസ് പൊംബെ എന്ന് പറയുന്ന നെയിമുള്ള ഈ ഒരു സ്പീഷീസ് ആണ് ഫിഷൻ കാണിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രോസസ്സ് എന്താണെന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാൽ ആദ്യം ആ ഒരു പാരന്റൽ സെല്ല് എന്ത് ചെയ്യാണ്, ഗ്രോ ചെയ്യാണ്. ഒരു മാക്സിമം സൈസ് എത്തി, ഡിവിഷൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു മാക്സിമം സൈസ് എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നടക്കുന്നത് ന്യൂക്ലിയസിന്റെ ഡിവിഷൻ ആണ്. ഓക്കെ, ന്യൂക്ലിയസ് 2 ഐഡന്റിക്കൽ ന്യൂക്ലിയസ് ആയിട്ട് മാറും. അതിനുശേഷം അവയുടെ ബോഡിയുടെ ഇടയിൽ ഒരു സെപ്റ്റ ഫോം ചെയ്യാണ്, ഒരു ക്രോസ് വാൾ ഫോം ചെയ്യാണ്. ആദ്യം ന്യൂക്ലിയർ ഡിവിഷൻ നടന്നു. ആ ന്യൂക്ലിയസിനെ രണ്ട് സൈഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ക്രോസ് വോൾ ഫോർമേഷൻ നടന്നു. ക്രോസ് വോൾ ഫോർമേഷൻ നടക്കുമ്പോഴാണ് അവിടെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നത്. സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്തു, 2 സെപ്പറേറ്റ് ന്യൂക്ലിയസും ഉണ്ടായി. സെല്ല് സെപ്പറേറ്റ് ചെയ്യാണ്, സെപ്റ്റം സ്പ്ലിറ്റ് ചെയ്ത് 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യുന്നു. ആ ഡോട്ടർ സെൽ എന്ത് ചെയ്യാണ്, ഫുൾ സൈസ് എത്തുന്നു. പിന്നീട് അഗെയിൻ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഫിഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് മെത്തേഡ് ആണ് ബഡ്ഡിങ്. ബഡ്ഡിങ്ങും നടക്കുന്നത് യൂണിസെല്ലുലാർ ഫംഗസ് ആയിട്ടുള്ള ഈസ്റ്റിലാണ്. പല ടൈപ്പ് ഈസ്റ്റ് ഉണ്ട്, അതിലൊക്കെ ഒരു ബഡ്ഡിങ് ആണ് നടക്കുന്നത്. ഇപ്പൊ ഒരു ബഡ്ഡിങ് എന്ന് പറയുമ്പം ഫിഷൻ ഡിവിഷൻ ആണെങ്കിൽ ഈ ബഡ്ഡിങ് എന്ന് പറയുമ്പം പാരന്റൽ ഫംഗസ് ഉണ്ടാകും. ഇപ്പൊ ഇവിടെ ഇതാണ് പാരന്റൽ ഫംഗസ് എങ്കിൽ ആ പാരന്റൽ ഫംഗസിന്റെ ഫംഗൽ സെല്ല് എന്ത് ചെയ്യാണ്, ഒരു മാക്സിമം സൈസ് എത്തിക്കഴിഞ്ഞാൽ ബഡ് ഫോം ചെയ്യാണ്, ഒരു സ്മോൾ ഔട്ട് ഗ്രോത്ത് ഫോം ചെയ്യാണ്. ഓക്കെ, ഒന്നാമത്തെ പ്രോസസ്സ് ബഡ് ഫോർമേഷൻ ആണ്. ഒരു സ്മോൾ പാരന്റൽ സെല്ലിൽ ചെറിയൊരു ബൾജ് പോലെ ഉണ്ടായിരിക്കും. ആ ബൾജ് പോലെ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു പാരന്റൽ സെല്ലിലുള്ള ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 2 ന്യൂക്ലിയസ് ആയിട്ട് മാറും. അതിൽ ഒരു ന്യൂക്ലിയസ് എന്ത് ചെയ്യാണ്, ഈ ബഡിലോട്ട്, ഈ ഔട്ട് ഗ്രോത്തിലോട്ട് മൂവ് ചെയ്യാണ്. ഓക്കെ, മൈഗ്രേഷൻ ഓഫ് ദ ന്യൂക്ലിയസ് ആണ് ബഡ് ഗ്രോത്ത്. ആ ന്യൂക്ലിയസ് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബഡ് എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങും, ഗ്രോ ചെയ്യാൻ വേണ്ടി തുടങ്ങും, എൻലാർജ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. റിസീവിങ് സൈറ്റോപ്ലാസം ആൻഡ് ഓർഗൻ, പാരന്റൽ സെല്ലിൽ നിന്ന് സൈറ്റോപ്ലാസം ഒക്കെ സ്വീകരിച്ച് എൻലാർജ് ചെയ്യാണ്. അതൊരു മെച്ചുറേഷൻ എത്തിക്കഴിഞ്ഞാൽ അവ എന്ത് ചെയ്യുക, ബഡ് പിഞ്ചസ് ഓഫ് എന്ന് വെച്ചാൽ അവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്ത്, പാരന്റൽ സെല്ലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ന്യൂ സ്മോളർ ഡോട്ടർ സെല്ലാകുന്നു. അത് ഇൻഡിപെൻഡന്റ്ലി ഗ്രോത്ത് ചെയ്യുന്നു. പിന്നീട് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നു. ഇതാണ് ബഡ്ഡിങ്. ബഡ്ഡിങ്ങിൽ വരുന്ന കുറേ ആൾക്കാർ, ഈസ്റ്റിൽ മെജോറിറ്റി ആൾക്കാരും ബഡ്ഡിങ് വഴിയാണ് റിപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ സെക്കാറോമൈസസ് സെർവീസ്, നമ്മൾ ബേക്കേഴ്സ് അല്ലെങ്കിൽ ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്ന് പറയുന്ന ഈസ്റ്റ് ബഡ്ഡിങ് വഴിയാണ്. കാൻഡിഡ ആൽബിക്കൻ ഓപ്പർച്യൂണിസ്റ്റിക് ഹ്യൂമൻ പാത്തോജൻ ആണ് കാൻഡിഡ. പിന്നെ ഉള്ളത് ക്രിപ്റ്റോകോക്കസ് നിയോഫോമാൻ, പാത്തോജനിക് ഈസ്റ്റ് കോസിങ് ക്രിപ്റ്റോകോക്കോസിസ് ആണ്. കാൻഡിഡ യൂട്ടിലിസ് എന്ന് പറയുന്നത് യൂസ്ഡ് ഇൻ എ സിംഗിൾ സെൽ പ്രോട്ടീൻ പ്രൊഡക്ഷൻ. ഒക്കെ നമ്മൾ SCP പഠിച്ചിട്ടുണ്ട്, ആ ഒരു പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്ന ഈസ്റ്റ് ആണ്. ബ്ലാസ്റ്റോമൈസസ് ഡെർമാറ്റിഡിസ് ഡൈമോർഫിക് ആയിട്ടുള്ള ഫംഗസ് ആണ്. അവ ഈസ്റ്റ് ഫ്രം ഇൻസൈഡ് ഹോസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നടക്കുന്ന ആ ഒരു റീപ്രൊഡക്ഷൻ. പിന്നെയുള്ളതാണ് ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലാറ്റം എന്ന് പറയുന്നത് ആനിമൽ ബോഡിയിലാണ് അവ ഈ ഒരു ഫംഗസ് ഇൻസൈഡ് ആയിട്ട് കാണുന്നത്. ഈ ഒരു എക്സാമ്പിൾ ഒക്കെ
ബഡ്ഡിങ്ങിൽ വരുന്ന ആൾക്കാർക്ക് അത് ഫംഗസിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ആണ് ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് മെയിൻലി റൈസോപ്പസിലും മ്യൂക്കറിലുമാണ് നടക്കുന്നത്. അപ്പൊ അവിടെ ഒരു മൈസീലിയം ഉണ്ടായിരിക്കും, അല്ലെ ഒരു ഫിലമെന്റസ് ആയിട്ടുള്ള മൈസീലിയം ആയിക്കോട്ടെ. ആ ഒരു മൈസീലിയം അല്ലെങ്കിൽ ആ ഒരു പാർട്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്തിട്ട് രണ്ടോ അതിൽ കൂടുതലോ ഫ്രാഗ്മെന്റ് ആയിട്ട് മാറും. ഓക്കെ, ബ്രേക്ക് ചെയ്ത് ഒന്നോ അതിൽ കൂടുതലോ ഫ്രാഗ്മെന്റ്, മെയിൻലി ഫിലമെന്റസ് ആയിട്ടുള്ള ഫംഗസിലാണ് ഇവ കാണുന്നത്. അപ്പോൾ ഒരു ഫിലമെന്റ് ഉണ്ടെങ്കിൽ ആ ഫിലമെന്റ് ബ്രേക്ക് ചെയ്ത് ഒന്നോ രണ്ടോ പാർട്ടായിട്ട് മാറും. ആ ഓരോ പാർട്ടും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് മാറാണ്. ഓക്കെ, അതിന്റെ പ്രോസസ്സ് ഡീറ്റെയിൽഡ് നോക്കിയാൽ മൈസീലിയൽ ഗ്രോത്ത് ഫംഗസ് എന്ത് ചെയ്യും, ഒരു ഹൈഫൽ നെറ്റ്വർക്ക്, ഇപ്പൊ ജസ്റ്റ് ഒരു പിക്ചർ വരച്ചാൽ ഇതേപോലെ കുറെ നെറ്റ്വർക്ക് ഉണ്ടാക്കാണ്. ഓക്കെ, കുറെ നെറ്റ്വർക്ക് ഉണ്ടായി ആ ഒരു മൈസീലിയം. എന്നിട്ട് എന്ത് ചെയ്യും, ഈ പാരന്റൽ സെൽ എന്ത് ചെയ്യും, കുറെ പാർട്ടായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും, കുറെ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഓരോ പാർട്ടും മൈസീലിയം ബ്രേക്സ് നാച്ചുറലി, കുറെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സോ അല്ലെങ്കിൽ വാട്ടറോ മെക്കാനിക്കൽ ഡാമേജ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി നമുക്ക് ഫ്രാഗ്മെന്റേഷൻ നടത്താം. ശേഷം ഓരോ ഫ്രാഗ്മെന്റും ന്യൂക്ലിയസും സൈറ്റോപ്ലാസും ഒക്കെ റീജനറേറ്റ് ചെയ്ത് പുതിയൊരു മൈസീലിയം ആയിട്ട് മാറുന്നു. മെയിൻലി കാണുന്നത് റൈസോപ്പസ് ആണ്. അതിനെ കോമൺ ബ്രെഡ് മോൾഡി എന്നാണ് പറയുന്നത്. ഹൈഫേ ബ്രേക്ക് ചെയ്ത് ഫ്രാഗ്മെന്റ് ആയി ന്യൂ മൈസീലിയം ഉണ്ടാകും. മ്യൂക്കറും അതേപോലെ തന്നെ ഒരു ഫിലമെന്റസ് ഫംഗസ് ആണ് മ്യൂക്കർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഫ്രാഗ്മെന്റേഷൻ. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ക്ലെറോഷ്യ. ഇത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള രണ്ട് മെത്തേഡ് ആണ്, സ്ക്ലെറോഷ്യയും റൈസോമോർഫിന്റെ ഫോർമേഷനും. സ്ക്ലെറോഷ്യം എന്ന് പറയുന്നത് ഒരു കോമ്പാക്ട് ഹാർഡൻഡ് മാസ് ഓഫ് ഫംഗൽ മൈസീലിയം ആണ്. ഫംഗൽ മൈസീലിയത്തിന്റെ ഒരു മാസ് ഓഫ് സ്ട്രക്ചർ ആണ്. അതിൽ സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, ഒരു അൺഫേവറബിൾ കണ്ടീഷനിലാണ് റീപ്രൊഡക്ഷൻ നടക്കേണ്ടതെങ്കിൽ, ഒരു ഡ്രോട്ട്, കോൾഡ്, ന്യൂട്രിയൻസ് ലാക്ക് ആയിട്ടുള്ള കണ്ടീഷൻ, അങ്ങനെ അൺഫേവറബിൾ കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് സ്ക്ലെറോഷ്യം എന്ന് പറയുന്നത്. ആക്ച്വലി ഇതൊരു റെസ്റ്റിംഗ് സ്ട്രക്ചർ ആണ് കേട്ടോ, ഒരു സ്പോർ വഴിയല്ല റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ആദ്യം ഒരു മൈസീലിയൽ ഗ്രോത്ത് ആണ്. ഫംഗസ്, ഒരു ക്ലാവിസെപ്സ് പെർപ്യൂറിയാണ് ഈ ഒരു പിക്ചറിൽ കൊടുത്തേക്കുന്നത്. അത് എന്ത് ചെയ്യാണ്, അണ്ടർ ഫേവറബിൾ കണ്ടീഷനിൽ ഗ്രോ ചെയ്തു. ഓക്കെ, ഹൈഫി ഒക്കെ അഗ്രിഗേറ്റ് ചെയ്ത് ഒരു ഡെൻസിലി പാക്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ട് മാറി. അതൊരു മെലാനിൻ എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ ഉള്ളിലാണ് ഈ ഒരു പാക്ക് ആയിട്ടുള്ള സ്ട്രക്ചറിന്റെ ഹാർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. അതാണ് ആക്ച്വലി സ്ക്ലെറോഷ്യ ആയിട്ട് വളരുന്നത്. ഹൈഫേ മാസിൽ എന്ത് സ്റ്റോർ ചെയ്ത് വെക്കും, ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കും. ഗ്ലൈക്കോജൻ, ലിപ്പിഡ്, പ്രോട്ടീൻ പോലെയുള്ള ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ച മെലാനിൻ കൊണ്ട് പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഒരു ലെയർ ഫോം ചെയ്യും. അതിനുശേഷം അത് ഹാർഡ് ആവും, റെസിസ്റ്റന്റ് ആവും, എൻവയോൺമെന്റൽ സ്ട്രെസ് ആവും. ഇനി ഒരു അൺഫേവറബിൾ കണ്ടീഷൻ വരുന്ന സമയത്ത് ഇവ എന്ത് ചെയ്യും, അതേപോലെ തന്നെ നിലനിൽക്കും. എന്നിട്ട് സ്ക്ലെറോഷ്യം എന്ത് ചെയ്യാൻ പറ്റും, ജെർമിനേറ്റ് ചെയ്ത് പുതിയ മൈസീലിയം ഉണ്ടാകും. അതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് മെയിൻലി എർഗോട്ട് ഡിസീസ് ഒക്കെ ഉണ്ടാക്കുന്ന എർഗോട്ട് ഡിസീസ് ഉണ്ടാക്കുന്ന ക്ലാവിസെപ്സ് പെർപ്യൂറിയ, പിന്നെ സ്ക്ലെറോഷ്യം റോൾഫ്സി, പ്ലാന്റ് പാത്തജൻ, സതേൺ ബ്ലൈറ്റ് ഉണ്ടാക്കുന്ന പ്ലാന്റ് പാത്തജൻ ആണ് സ്ക്ലെറോഷ്യം റോൾഫ്സി എന്ന് പറയുന്നത്. ദെൻ പോളിപോറസ് ട്യൂബർ ആസ്റ്റസ് എന്ന് പറയുന്നത് സ്ക്ലെറോഷ്യ ഉണ്ടാക്കും. പിന്നെ ഉള്ളതാണ് ആസ്പെർജില്ലസ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രെസ് കണ്ടീഷനിൽ ആസ്പെർജില്ലസിന്റെ ചില സ്പീഷീസും സ്ക്ലെറോഷ്യം ഉണ്ടാക്കും. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ് റൈസോമോർഫ്. ഈ ഒരു പിക്ചറിൽ കാണിച്ചേക്കുന്നതാണ് റൈസോമോർഫിന്റെ ഒരു സ്ട്രക്ചർ. അതായത് ഒരു തിക്ക് റൂട്ട് പോലെയുള്ള സ്ട്രക്ചറാണ്. നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ റൂട്ട് പോലെയുള്ള ഒരു സ്ട്രക്ചർ ആണ് അല്ലേ, ഒരു പാരലൽ ഫംഗൽ ഹൈഫയുടെ മാസ് പോലെ ഒരു ഫംഗൽ ഹൈഫയിൽ രൂപപ്പെടുന്ന ഒരു റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ് ആണ്. ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ഇൻ വാട്ടർ ആൻഡ് ഹെൽപ്പ് ഫംഗൈ കൊളനൈസ് ന്യൂ സബ്സ്ട്രേറ്റ്സ്. അതായത് പുതിയ ആൾക്കാർക്ക് പുതിയ സ്ഥലങ്ങളിൽ പോയി കൊളനൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ന്യൂട്രിയൻസിന്റെ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടൊക്കെ ഇത് എടുക്കുന്നുണ്ട്. മെയിൻലി റൈസോമോർഫ് കാണുന്നത് വുഡ് റൂട്ടിംഗ് ഫംഗസിലാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്, ഒരു ഇൻഡിവിജ്വൽ ഹൈഫേ കുറെ കൂടുതൽ അടുത്തടുത്ത് ഗ്രോ ചെയ്യാണ്. ഹൈഫേ ഓർഗനൈസ്ഡ് ഇൻ ടു സെൻട്രൽ കോർ, അതൊരു ന്യൂട്രിയൻ സപ്പോർട്ടിനുള്ള സെൻട്രൽ കോർ ആയിട്ട് ഹൈഫേ മാറിക്കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ ഫോം ചെയ്യാണ്. ഈ റൈസോമോർഫാണ് ആ ഒരു ലെയർ എന്ന് പറയുന്നത്. ആ റൈസോമോർഫ് എല്ലാ സ്ഥലങ്ങളിലേക്കും സ്പ്രെഡ് ആകും. റൈസോമോർഫ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഹൈഫയിൽ ഉണ്ടാക്കിയിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിച്ചിട്ട് ഒരു കോളനി ഫോം ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ ഹൈഫയുടെ ലെങ്ത്തും സ്പ്രെഡ്
അലർട്ട്നെസ്സും കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ റിപ്രൊഡക്ഷൻ ആണ് റൈസോമോർഫി എന്ന് പറയുന്നത്. സോ അതിന് എക്സാമ്പിൾ ആർമിലേരിയ മെല്ലിയ എന്ന് പറയുന്ന ഒരു സ്പീഷീസ്, ഹണി ഫംഗസ് എന്നാണ് പറയുന്നത്. ഇൻഫെക്റ്റ് ട്രീസിലൊക്കെയാണ് ഇങ്ങനൊരു ഫോർമേഷൻ നടത്തുക. ദെൻ മരാസ്മിയം സ്പീഷീസ് എന്ന് പറയുന്ന ഒരു സാപ്രോഫൈറ്റിക് ഫംഗസ് ആണ്. ലീഫ് ലിറ്റർ, അതായത് കൊഴിഞ്ഞ ഇലകളിലൊക്കെയാണ് ഉണ്ടാകുക. ചില കൂൺ മഷ്റൂംസിൽ വരുന്ന ആൾക്കാരും ചില കണ്ടീഷനിൽ റൈസോമോർഫ് സോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയാണ് ഒരു വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ സെക്ഷുവൽ റിപ്രൊഡക്റ്റീവ് മെത്തേഡ് ഇൻ ഫംഗസ് എന്ന് പറയുന്നത്. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.